നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരിത. OP-യില് കൂടുതലായിട്ടും കുട്ടികൾ എന്നെ കാണാൻ വരാറുള്ളത് എഡനോയിഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ആയിട്ടാണ്. എഡനോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയുടെ മുകൾ ഭാഗത്തും നമ്മുടെ മൂക്കിൽ നിന്നും ശ്വാസം എടുത്ത് ഈ ഒരു അറ്റത്തോട്ട് വരുന്നതിന്റെ ആ ഒരു ജോയിന്റ് ഭാഗത്തായിട്ട് ഉണ്ടാകുന്ന ഒരു ഗ്രന്ഥിയാണ് എഡനോയിഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രന്ഥി ഒരു 3 വയസ്സ് മുതൽ കുട്ടികൾക്കാണ് ഉണ്ടാവാറുള്ളത്. ഒരു 3 വയസ്സ് മുതൽ ഇതിന്റെ ഗ്രോത്ത് ഉണ്ടായി തുടങ്ങും. ഒരു 6-7 വയസ്സ് വരെ ഇത് വലുതാവുകയും അതിനുശേഷം പിന്നീട് അതിന്റെ സൈസ് കുറഞ്ഞു വരികയും ചെയ്യും. ഒരു 12-13 വയസ്സോടുകൂടി ഈ എഡനോയിഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും ചെയ്യും. ഈ ഒരു ഗ്രന്ഥി കുട്ടികൾക്ക് ഉണ്ടാകുന്നത് അവരുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു 6-7 വയസ്സ് സമയത്ത് ഇത് ഒരുപാട് വലുതാകുമ്പോൾ, ഇതിന് വീക്കം സംഭവിക്കുമ്പോൾ കുട്ടികൾക്ക് പല ക്ലിനിക്കൽ ആയിട്ടുള്ള സിംറ്റംസും ഉണ്ടാവാറുണ്ട്. അതായത് സ്ഥിരമായിട്ട് മൂക്കൊലിപ്പ്, ജലദോഷം, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വന്നു പോവുക, കഫംകെട്ടായിക്കോട്ടെ, പനി ആയിക്കോട്ടെ, അങ്ങനെ പല ഇൻഫെക്ഷൻസ് വന്നു പോവുക, സ്ഥിരമായിട്ട് അവർക്ക് മൂക്കടപ്പ്, ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, രാത്രി കിടക്കുമ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റാതെ വരിക, ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന അവസ്ഥ വരുന്നത്, അതുപോലെ കൂർക്കം വലി ഉണ്ടാവും, എപ്പോഴും വായ തുറന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥ വരും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വരെ ഒരു തൊണ്ടയിൽ ഒരു തടസ്സം പോലെ ഫീൽ ചെയ്യാം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് പൊതുവെ എഡനോയിഡ് ഉള്ള കുട്ടികളിൽ കാണാറുള്ളത്. ചിലർക്ക് സ്മെല്ല് ശരിക്കും കിട്ടാതെ വരാറുള്ള ബുദ്ധിമുട്ടും പറയാറുണ്ട്. ഈ ഒരു എഡനോയിഡ് ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഫേസിൽ തന്നെ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. കാരണം കൂടുതലും അവർ വായ തുറന്നുറങ്ങുന്ന കുട്ടികളായതുകൊണ്ട് പല്ല് പൊന്തി വരാനും മോണ പൊന്തി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അഡനോയിഡ് ഗ്രന്ഥിയിൽ വലിയ രീതിയിലുള്ള വീക്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേൾവിയെയും അത് ബാധിക്കാം. ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അഡനോയിഡിന്റെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ, അതായത് അഡനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും കുട്ടികൾക്ക് ശ്വാസം ശരിക്കും കിട്ടാതെ വരുന്നത് കൊണ്ട്, ഓക്സിജന്റെ അളവ് അവർക്ക് കുറവായതുകൊണ്ട് പഠനത്തിലും കുറച്ച് പിന്നിലോട്ട് പോകാനുള്ള സാധ്യത അവിടെയുണ്ട്. എപ്പോഴും ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ഇത് അറിയാൻ വേണ്ടി നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി, നേസൽ എൻഡോസ്കോപ്പി എടുത്ത് നോക്കാം. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ എത്ര ഡിഗ്രിയോളം അല്ലെങ്കിൽ എത്ര ശതമാനത്തോളം ബ്ലോക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 90% കൂടുതൽ ബ്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സർജിക്കൽ ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇത് വെച്ചിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഫേസിന്റെ തന്നെ ഒരു ഷേപ്പ് മാറിപ്പോവുകയും ഒരുപാട് മോണയും പല്ലും പൊന്തി വന്ന് അവരുടെ മുഖത്തിന്റെ തന്നെ ഒരു ഭംഗി ഇല്ലാതാക്കുകയും ചെയ്യും. അതുപോലെ കേൾവിയെയും കാര്യമായിട്ട് അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 90% കൂടുതൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റിലോട്ട് പോവാം. അല്ല എന്നുണ്ടെങ്കിൽ അതുവരെയുള്ള കണ്ടീഷൻസിന് ഒരിക്കലും ഒരു സർജറി തന്നെ പ്രിഫർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം ആയുർവേദ ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അതിന്റെ സിംറ്റംസ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള അലർജി, സൈനസൈറ്റിസ്, കഫത്തിന്റെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവ കുറയ്ക്കുന്ന മരുന്നുകളാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കാറുള്ളത്. ഇത്തരം സിംറ്റംസ് തന്നെ ഒന്ന് മാനേജ് ചെയ്ത് പോകുമ്പോൾ തന്നെ അഡനോയിഡിന്റെ ബുദ്ധിമുട്ടൊന്ന് കുറയും. അതിനുശേഷം നമ്മൾ ആ ഒരു ഗ്രന്ഥി ചുരുങ്ങുന്ന രീതിയിലുള്ള മരുന്നുകൾ കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 90% വരെയുള്ള എഡനോയിഡ് വളരെ നന്നായി ചുരുങ്ങി ഒരു കുട്ടിക്ക് സുഖമായിട്ടുള്ള ഒരു ബ്രീത്തിങ് കിട്ടാൻ സഹായിക്കും. എപ്പോഴും എഡനോയിഡുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നല്ല രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയും അതിനനുസരിച്ചുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. നിർബന്ധമായിട്ടും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രകാരം മാത്രം മരുന്നുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക.